പാകിസ്ഥാനിൽ തുടർച്ചയായി അജ്ഞാതരുടെ വെടിവെപ്പിൽ ഭീകരർ കൊല്ലപ്പെടുന്നു. ഈ അജ്ഞാതരാര് എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ഒരു പാക് ഏജൻസിക്കുമായിട്ടില്ല. കൊല്ലപ്പെടുന്നവരിലേറെയും ഇന്ത്യയുടെ ശത്രുക്കളാണ്, ഇന്ത്യയിൽ ആക്രമണം നടത്തിയവരാണ്, നമ്മുടെ രാജ്യത്തോട് ശത്രുത പുലർത്തുന്നവരാണ്, നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുന്നവരാണ്. ഇപ്പോൾ ദാ പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനും പാക് അധിനിവേശ കാശ്മീരിൽ കൊല്ലപ്പെടുകയാണ്, അതും അജ്ഞാതരാൽ. വെടിയുണ്ടകൾ 4 വെടിയുണ്ടകൾ തുളച്ചുകയറി ചോരയിൽ വാർന്നു കിടന്ന് അവിടെ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, അധ്യാപകൻ എന്ന നിലയിൽ ഒളിജീവിതം നയിച്ചിരുന്ന ആ ഭീകരനും കൊല്ലപ്പെടുന്നത് അജ്ഞാതരാലാണ്. വലിയ ആശങ്ക ആ രാജ്യത്ത് സൃഷ്ടിക്കുന്നുണ്ട് ഭീകരർക്കും. വിശദമായി തന്നെ ഈ വാർത്ത നമുക്ക് ചർച്ച ചെയ്യാം. തലക്കെട്ടുകൾ: 40 ജവാന്മാരുടെ ചോരയ്ക്ക് മറുപടിയോ? പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ പാക് അധിനിവേശ കശ്മീരിൽ കൊല്ലപ്പെട്ടു. വെടിവെച്ചത് അജ്ഞാതർ. ഒളിവിൽ കഴിഞ്ഞിരുന്നത് അധ്യാപകനായി ആൾമാറാട്ടം നടത്തി. തലയോട്ടി പിളർന്ന് 3 ബുള്ളറ്റുകൾ. ഭീകരർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എന്ന്. ഇന്ത്യ തെരയുന്ന ഭീകരർ പാകിസ്ഥാൻ മണ്ണിൽ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ എന്ത്? പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഹംസ ബുർഹാൻ. ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ തലവന്മാരും കൊല്ലപ്പെട്ടത് അജ്ഞാത തോക്കുധാരികളുടെ ബുള്ളറ്റിൽ. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ട്രംപും നെതന്യാഹുവും കടുത്ത ഭിന്നതയിലെന്ന് സൂചന. കൂടിക്കാഴ്ചയിൽ പിരിമുറുക്കമുള്ള സംഭാഷണങ്ങളെന്ന് റിപ്പോർട്ട്. വ്യോമാക്രമണം പുനരാരംഭിക്കണമെന്ന് ഇസ്രായേൽ. ഇറാന് അവസരം നൽകണമെന്ന് ട്രംപ്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം US സൈന്യം പിടിച്ചെടുത്തുവെന്ന് ട്രംപ്. അടുത്ത ലക്ഷ്യം ഇറാന്റെ യുറേനിയം എന്നും പ്രഖ്യാപനം. ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്ന് ഇസ്രായേൽ. അമേരിക്കയുടെ ഡ്രോൺ ശേഖരത്തിന്റെ 20% തകർന്നുവെന്ന് വിവരം. പാകിസ്ഥാൻ സംയുക്ത സേനാ മേധാവിയും ഇറാനിലേക്ക്. യുറേനിയം വിട്ടു നൽകില്ലെന്ന കടുത്ത നിലപാടിൽ മുസ്തഫ ഖമനേയി. ഭാവിയിൽ ഇത് ഇറാനെ ദുർബലമാക്കുമെന്നും പരമോന്നത നേതാവ്. പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് കുറയും. ചെനാബ് നദിയിൽ 2600 കോടിയുടെ പദ്ധതികളുമായി ഇന്ത്യ. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമായി 2 വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ. ഹിമാചലിലെ നദീജലം വഴിതിരിച്ചു വിടാൻ തുരങ്കം. ജമ്മു കാശ്മീരിലെ സലാൽ ഡാം നവീകരിക്കും. കോക്രോച്ച് പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് പൊട്ടിച്ചു. പുതിയ അക്കൗണ്ട് തുറന്ന് പാർട്ടി. ഇന്ത്യയിലേക്ക് വന്നാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിപ്കെ. തൊഴിൽ നഷ്ടപ്പെടുന്ന ആശങ്കയിൽ അമേരിക്കയിലെ ഇന്ത്യൻ IT സമൂഹം. വമ്പൻ കമ്പനികളെല്ലാം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ജീവനക്കാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നു. 144 ടെക് കമ്പനികളിലായി ജോലി നഷ്ടപ്പെട്ടത് 1 ലക്ഷത്തിലധികം ജീവനക്കാർക്ക്. മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി ബംഗാൾ സർക്കാർ. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കണം. സ്കൂൾ, മദ്രസ അസംബ്ലികളിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിനെന്ന് വിശദീകരണം. സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥി. BJPക്കായി BB ഗോപകുമാർ. തോൽവി ചർച്ച ചെയ്യാൻ CPM നേതൃത്വം. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. പാർട്ടി കോട്ടകളിലെ തോൽവി അടക്കം വിലയിരുത്തും. എറണാകുളം പാരിയത്തുകാവിലെ ഒഴിപ്പിക്കൽ പൂർത്തിയാക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഇനി സാവകാശം നൽകാനാവില്ലെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതി. പോലീസിന് വീഴ്ച ഉണ്ടാകാൻ പാടില്ലെന്നും നടപടി വേണമെന്നും നിർദ്ദേശം. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ. മുഖ്യപ്രതി സിന്ധുവിനെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ്. ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതിക്കാരിയെ മർദ്ദിച്ചതും സിന്ധു. ഗുണ്ടാസംഘങ്ങളുമായും സിന്ധുവിന് ബന്ധം.
16ാം കേരള നിയമസഭയുടെ സ്പീക്കറെ അല്പസമയത്തിനകം തെരഞ്ഞെടുക്കും. ഇപ്പോഴുള്ള സഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF-ൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF-ന്റെ AC മൊയ്തീനും BJP-യുടെ BB ഗോപകുമാറും തമ്മിലാണ് മത്സരം. 102 അംഗങ്ങളുടെ പിന്തുണയുള്ള UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെയും ഇന്ന് തെരഞ്ഞെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബാലറ്റ് വഴിയാണ് അല്ലേ തെരഞ്ഞെടുപ്പ്? സമയമെടുക്കും. ശ്രീ VD സതീശൻ. തീർച്ചയായിട്ടും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്താണ് ക്രമീകരണമെന്ന് അല്പസമയം മുമ്പ് പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വ്യക്തമാക്കി. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. കാരണം 2 മുന്നണികളായിരുന്നു കേരള നിയമസഭയിൽ എക്കാലവും ഉണ്ട്. 2016-ൽ O രാജഗോപാൽ വന്നെങ്കിലും അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വോട്ട് പിന്നീട് ശ്രീരാമകൃഷ്ണൻ നൽകിയതൊക്കെ വലിയ വിവാദവും ചർച്ചയുമായിരുന്നു. കഴിഞ്ഞ തവണ BJP-ക്ക് അംഗങ്ങളില്ലായിരുന്നു, പക്ഷേ ഇത്തവണ 3 അംഗങ്ങൾ BJP-ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ 3 മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇരിപ്പിട ക്രമീകരണത്തിന് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും വോട്ട് ചെയ്യാൻ എത്തുകയാണ്. അങ്ങനെ ഇരിപ്പിട ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. 2 ബോക്സ് വച്ചിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥികളുടെ വോട്ട് നിക്ഷേപിക്കാൻ 2 വശത്തു നിന്നും, പ്രതിപക്ഷത്തു നിന്നും അതുപോലെ ഭരണപക്ഷത്തു നിന്നും 102 വോട്ടാണ് UDF-ന് ലഭിക്കേണ്ടത്. 35 വോട്ട് LDF-ന് ലഭിക്കണം. 3 വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അതിൽ എത്രത്തോളം ആരെങ്കിലും ഇന്ന് സഭയിൽ ആബ്സെന്റ് ആണോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ എണ്ണം കുറവുണ്ടാകാൻ, അല്ലെങ്കിൽ 3 പാർട്ടികളും കൃത്യമായി തന്നെ തങ്ങളുടെ MLA-മാർക്ക് ഇന്നലെ പരിശീലനം നൽകിയിരുന്നു. UDF-ന്റെ കക്ഷി നേതൃത്വവും അതുപോലെ തന്നെ LDF-ന്റെ നിയമസഭാ കക്ഷി പാർട്ടിയും ഇന്നലെ ചേർന്ന് അംഗങ്ങൾക്ക് വോട്ടിംഗ് പാറ്റേൺ, പുതിയ അംഗങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് രീതി എങ്ങനെയാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 2 പക്ഷത്തു നിന്നും നേതാക്കളെത്തി വോട്ട് ചെയ്യുന്നു. AC മൊയ്തീനാണ് ഇടതുമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ൽ നിന്നും, അവരുടെ മുതിർന്ന നിയമസഭാ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ന് വേണ്ടിയും മത്സരിക്കുന്നു. BB ഗോപകുമാറാണ്, ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് BJP-യുടെ സ്ഥാനാർത്ഥി. 3 വോട്ട് BJP-ക്ക് ലഭിക്കണം. ഏതായാലും വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഓരോ MLA-മാരായി വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനൊടുവിൽ വോട്ട് എണ്ണി പ്രോട്ടേം സ്പീക്കർ വിജയെ പ്രഖ്യാപിക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് സ്പീക്കറെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കും. അതിനുശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മറ്റ് കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിക്കും. ആ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. വിജയിച്ച ശേഷം പുതിയ സ്പീക്കർ നിയമസഭയിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തും. വാർത്താ സമ്മേളനവും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നേതാക്കൾ ഓരോരുത്തരായി വോട്ട് ചെയ്യാനെത്തുന്നു. KN ബാലഗോപാൽ പിണറായി വിജയൻ ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്നു. ദൃശ്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. അദ്ദേഹം ഈ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം KN ബാലഗോപാൽ ആ ലൈനിൽ ക്യൂവിലുണ്ട്. അപ്പുറത്തും അതുപോലെ ഓരോ നേതാക്കളെ മുൻനിരയിൽ നിന്ന് ഇരിപ്പിട ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കളായി വോട്ട് ചെയ്യുകയാണ്. പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം KN ബാലഗോപാൽ, അങ്ങനെ ഓരോ ആളുകളായി വോട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് പരമാവധി അരമണിക്കൂർ മാത്രം നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും. പിണറായി ഇപ്പോൾ വോട്ട് ബോക്സിൽ ബാലറ്റ് ഇടുകയാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാനായി എത്തുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ വോട്ട് സ്വാഭാവികമായും 3 വോട്ടുകളിൽ 1 അതാണ്. KN ബാലഗോപാൽ ഇപ്പോൾ വോട്ട് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഓരോ നേതാക്കളായി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 3 തെരഞ്ഞെടുപ്പ് മാണി സി കാപ്പൻ വോട്ട് ചെയ്യാൻ എത്തുന്നു. K രാജൻ വോട്ട് ചെയ്ത് മടങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 3 മുന്നണി സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഇതിനെ വിശേഷിപ്പിക്കാം. 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ചിലപ്പോൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മറ്റും എതിർ മുന്നണി മത്സരിക്കാതെ മാറിയ ചരിത്രം ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് 3 മുന്നണികളും മത്സരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമാനമാകും കാഴ്ചകൾ. ഇപ്പോൾ KK രമ വോട്ട് ചെയ്ത് മടങ്ങുന്നു. അങ്ങനെ ഓരോ നേതാക്കളായി, ഓരോ MLA-മാരായി വോട്ട് രേഖപ്പെടുത്തുകയാണ്. അല്പസമയത്തിലേക്ക്, ഏതാണ്ട് പരമാവധി അരമണിക്കൂർ മതിയാകും. അതിനുശേഷം വോട്ട് എണ്ണി
പ്രോട്ടേം സ്പീക്കർ വിജയെ പ്രഖ്യാപിക്കും. അതാണ് ഇപ്പോൾ വോട്ട് രഹസ്യ ബാലറ്റാണ്, അത് പുരോഗമിക്കുകയാണ്. അരുണ്, അപ്പോൾ ഈ BJP-യുടെ പാർലമെന്ററി പാർട്ടി നേതാവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് പരിഹരിക്കാനായിട്ടുണ്ടോ? കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയുന്നു. BJP-ക്ക് 3 അംഗങ്ങളാണുള്ളത്. അതിൽ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ സംസ്ഥാന അധ്യക്ഷനും MLA-മാരായുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തെ പ്രതിനിധി, മുൻ അധ്യക്ഷൻ V. മുരളീധരൻ കഴക്കൂട്ടത്തെയും പ്രതിനിധി. ഈ രണ്ടുപേർക്കും നിയമസഭാ കക്ഷി നേതാവാകണം. ഇതാണ് BJP-യുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ആ രണ്ടുപേർ മാത്രമല്ല, അവരുടെ അനുയായികളും അതിനുവേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇന്നലെ കക്ഷിയോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ കക്ഷിയോഗം ചേർന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിന് നിയമസഭയിൽ മുൻനിരയിൽ ഇരിപ്പിടമുണ്ടാകും. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയുണ്ടാകും. അത് ആരാകണമെന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം. ഇന്നലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നലെ മുൻനിരയിൽ മറ്റു കക്ഷി നേതാക്കൾക്കൊപ്പം ഇരിപ്പിടം കിട്ടിയത്. ആ ഇരിപ്പിടത്തിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട തർക്കം. V. മുരളീധരനും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും. 3 പദവികളാണ് ഒരു പാർട്ടിക്ക് സഭയിൽ അങ്ങനെ ലഭിക്കുക. ഒന്ന് കക്ഷി നേതാവ്, മറ്റൊന്ന് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, മൂന്നാമത്തേത് ചീഫ് വിപ്പ്. സ്വാഭാവികമായും ഇതിലൊരാൾ കക്ഷി നേതാവും, BJP-യുടെ കാര്യം നോക്കുമ്പോൾ ഒരാൾ കക്ഷി നേതാവും, മറ്റൊരാൾ പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി സെക്രട്ടറിയും, മറ്റേയാൾ നിയമസഭാ ചീഫ് വിപ്പും വിപ്പുമാകും. സ്വാഭാവിക ഗോപകുമാർ വിപ്പാകും. ഈ കക്ഷി നേതാവ് ആരെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. ഇന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു രണ്ട് കൂട്ടരും ഒരു വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ ഈ പ്രശ്നം പോവുകയാണ്. കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അംഗങ്ങൾ ഓരോരുത്തരായി വോട്ട് ചെയ്യുന്നു. രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ്. VV അരുൺ പറയുന്നതനുസരിച്ച് ഏതാണ്ട് അരമണിക്കൂർ എങ്കിലും കഴിഞ്ഞാകും. അരമണിക്കൂർ സമയമെങ്കിലും എടുക്കും മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യാൻ. അതിനുശേഷം ഫലം വരാൻ അല്പം കൂടെ സമയം എടുക്കും. വോട്ടെണ്ണലടക്കം നടത്തേണ്ടതുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം വരാം എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഹംസ ബുർഹാൻ. പാക് അധിനിവേശ കശ്മീരിൽ ഇന്നലെ ഉണ്ടായ വെടിവെപ്പിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഹംസ ബുർഹാൻ കൊല്ലപ്പെടുകയാണ്. അർജുമുന്ദ് ഗുൽസാർദാർ ഡോക്ടർ എന്ന പേരുകളിലും ഡോക്ടർ എന്ന പേരിലാണ് ഭീകര സംഘടനകൾക്കിടയിൽ ഇയാൾ അറിയപ്പെടുന്നത്. അൽബദർ ഭീകര സംഘടനയുടെ പ്രമുഖ കമാൻഡറായിരുന്നു ഇയാൾ. ജമ്മു കാശ്മീരിൽ നടന്ന നിരന്തരമായ ഭീകര പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം മുൻനിർത്തി 2022 ഏപ്രിലാണ് ഇന്ത്യൻ സർക്കാർ ഇയാളെ ഒരു ഭീകരനായി പ്രഖ്യാപിച്ചത്. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇയാൾ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ ഒരു അധ്യാപകനായാണ് രഹസ്യ ജീവിതം നയിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇയാൾ മരിച്ചത് വളരെ നിർണായകമായ ഒന്നായി മാറുകയാണ്. അതും അജ്ഞാതരുടെ വെടിയേറ്റ്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. നമുക്ക് അതിനു മുമ്പ് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ വേഗം പോകാം. അജ്ഞാതരായ തോക്കുധാരികൾ ബൈക്കിലെത്തിയവർ വെടിവെച്ചു കൊല്ലുകയാണ് ഇയാളെ. പുൽവാമ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ പാക് അധിനിവേശ കശ്മീരിൽ കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, നമുക്ക് ഭീകര ദൃശ്യങ്ങൾ തന്നെ കാണാം. ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാളെ പിന്തുടർന്ന് കൊലപ്പെടുത്തുകയാണ്. 3 ബുള്ളറ്റുകളാണ് ഇയാളുടെ മേൽ പതിച്ചത്. എന്താണ് വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, 2019 ഫെബ്രുവരി 14 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നും ഒരു മുറിവായി അവശേഷിക്കുന്ന ദിനമാണത്. അന്നാണ് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായത്. 40 CRPF ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ ഹംസ ബുർഹാനാണ് ഇന്നലെ പട്ടാപ്പകൽ പാക് അധീന കശ്മീരിൽ കൊല്ലപ്പെട്ടത്. ഇദ്ദേഹം 2017 ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു. അവിടെ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി. അതിനുശേഷം
അൽ ബദർ എന്ന ഭീകര സംഘടനയിൽ ചേർന്നു. തുടർന്ന് അതിൻ്റെ സൗത്ത് കാശ്മീർ കമാൻഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹംസ ബുർഹാന്റെ കൊലപാതകമാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. കൊന്നത് ആര് എന്നത് ഇനിയും വ്യക്തമല്ല. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആയുധധാരിയായ കൊന്നയാളിനെ പിടികൂടി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച സ്ഥിരീകരണമില്ല. കൊന്നതെന്തിന്, കൊന്നതാര്, കൊന്നവരുടെ ലക്ഷ്യമെന്ത്, ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ സജീവ ചർച്ചകളിൽ നിറയുകയാണ് ഹംസ ബുർഹാന്റെ കൊലപാതകം. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ അന്ന് ഭീകരാക്രമണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ അത് കൈമാറിയത് ഈ ഹംസ ബുർഹാൻ എന്ന ഭീകരനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഡോക്ടർ എന്നാണ് ഇദ്ദേഹം ഇയാൾ അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥ പേര് അർജുമന്ത് ഗുൽസാർ ദാർ. ഇദ്ദേഹം പുൽവാമയിൽ ആണ് ജനനം എങ്കിലും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഭീകര പ്രവർത്തനങ്ങളിൽ സജീവമായി ആകൃഷ്ടനാവുകയായിരുന്നു. മാത്രമല്ല പല ഘട്ടങ്ങളിലും 2017 പാകിസ്ഥാനിലേക്ക് ഇദ്ദേഹം കടക്കുന്നത് MBBS പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൃത്യമായ ഡോക്യുമെൻസോട് കൂടിയാണ് അദ്ദേഹം കടന്നത് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ എത്തിയ ശേഷമാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത്. ആദ്യം ജെയ്ഷയുടെ ഇതിൽ ആകൃഷ്ടനായി, തുടർന്ന് അൽ ബദർ എന്ന ഭീകര സംഘടനയിൽ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മാത്രമല്ല ഇയാൾ ഭീകരപ്രവർത്തനത്തോടൊപ്പം തന്നെ നിലവിൽ ടീച്ചറായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിൽ നിന്ന് ഏതാണ്ട് 135 കിലോമീറ്റർ അകലെ മുസാഫർബാദിൽ ഒരു സ്വകാര്യ കോളേജിൽ അധ്യാപകനായി ജോലി നോക്കി വരികയായിരുന്നു ഇയാൾ. മുസാഫറാബാദിലെ ഗുജറയിൽ കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പട്ടാപ്പകൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം പിന്തുടർന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. തലയിലാണ് 3 ബുള്ളറ്റുകൾ പതിച്ചത്. തൽക്ഷണം മരിച്ചു എന്നും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അവിടെയാണ് മരണം സംഭവിച്ചത് എന്നുമൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും 2022 മുതൽ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ്. UAPA പ്രകാരം ബുർഹാനെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. പല രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണ വലയത്തിലായിരുന്നു ഇയാൾ. മാത്രമല്ല 2020 നവംബറിൽ CRPF ജവാന്മാർക്ക് നേരെ മറ്റൊരു ആക്രമണം ഉണ്ടായി. ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടും ഹംസ ബുർഹാനെതിരെ കൃത്യമായ തെളിവുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ നിരവധി ഭീകരാക്രമണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒന്നിന് പിറകെ ഒന്നായി പാകിസ്ഥാനിൽ പട്ടാപ്പകൽ ഭീകരർ കൊല്ലപ്പെടുന്നതും സംബന്ധിച്ച റിപ്പോർട്ടുകൾ അത് വലിയ തോതിൽ ചർച്ചയിൽ നിറയുകയുമാണ്. കാരണം 2023 ശേഷം ഏതാണ്ട് 7 ഭീകരരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. മറ്റൊന്ന്, അടിമുടി ദുരൂഹമാണ് ഹംസ ബുർഹാന്റെ ജീവിതം എന്നതാണ്. 1999 പുൽവാമയിലെ രത്നിപൂരിൽ ആണ് ഇദ്ദേഹം ജനിച്ചത്. ഇയാൾ 2017 ഉന്നത പഠനത്തിനായി പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. നിരോധിത സംഘടനകളിൽ സജീവ പ്രവർത്തനം നടത്തുന്നു. പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നു. അവിടെ നിന്ന് സൗത്ത് കാശ്മീരിൻ്റെ കമാൻഡറായി അൽ ബദർ ഇയാളെ ചുമതലപ്പെടുത്തുന്നു. തുടർന്ന് യുവാക്കളെ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകർഷ്ടരാക്കുന്നതിനായി, അവരെ പ്രചോദിപ്പിക്കുന്നതിനായി, അവർക്ക് ക്ലാസ് എടുക്കുന്നതിനായി വീണ്ടും പുൽവാമയിലേക്ക് ഹംസ ബുർഹാൻ മടങ്ങിയെത്തുന്നു. ഇത് ഏതാണ്ട് 2020 കൂടിയാണ് മടങ്ങിയെത്തുന്നത്. അതിനുശേഷം പുൽവാമ മുതൽ ഷോപ്പിയാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭീകര ശൃംഖലയുടെ അതിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഈ ഹംസ ബുർഹാൻ. അത്തരത്തിൽ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും മാസ്റ്റർ പ്ലോട്ടർ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന ഹംസ ബുർഹാനാണ് ഇന്നലെ പട്ടാപ്പകൽ പക് അധീന കശ്മീരിൽ പാകിസ്ഥാനിൽ നിന്ന് 135 കിലോമീറ്റർ അകലെ മുസാഫറാബാദിൽ അവിടെ ഒരു കോളേജിന് മുന്നിൽ, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിന് മുന്നിൽ തീർച്ചയായും വലിയ ഞെട്ടൽ പാകിസ്ഥാൻ ഉളവാക്കിയ ഒരു സംഭവമാണ്. നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ പുൽവാമയിലെ രത്നിപോറ മേഖലയിലെ ബർപോറയിൽ ജനിച്ച ബുർഹാൻ 2017 ഉന്നത പഠനം നടത്താനെന്ന വ്യാജേന പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. പിന്നീട് നിരോധിത ഭീകര സംഘടനയായ അൽ ബദറിൽ ചേർന്ന് ബുൽഹാർ താമസിയാതെ ആ സംഘടനയിലെ കമാൻഡർ പദവിയിലേക്ക് ഉയർന്നു. കശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഹംസ ബുർഹാനാകട്ടെ യുവാക്കളെ തീവ്രവാദ സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ദക്ഷിണ കശ്മീരിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. സുരക്ഷാ ഏജൻസികളുടെ കണ്ണിലെ കരടാകുന്നു. വെടിയേറ്റു മരിച്ച അൽ ബദർ ഭീകര സംഘടനയുടെ ഓപ്പറേഷണൽ കമാൻഡർ ഹംസ ബുർഹാന്റെ ചോര പുരണ്ട
ഭൂതകാലത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഇയാൾ. സുരക്ഷാ ഏജൻസികൾ കണ്ണുവെട്ടിച്ച് ഇയാൾ പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നമ്മൾ നിർത്തിയിരുന്ന ഒരു ഭീകരനാണ് ഈ തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് അവസാനിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ തിരയുന്ന ഭീകരർ ഇങ്ങനെ പാകിസ്ഥാന്റെ മണ്ണിൽ ഒന്നിനു പിറകെ ഒന്നായി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്? അവിശ്വസനീയമായ ഇത്തരം കൊലപാതക പരമ്പരകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ ഹംസ ബുർഹാൻ എന്ന അതിഭീകരൻ, കൊടുംഭീകരൻ. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങി ഭീകര സംഘടനകളുടെ തലവന്മാരെ, നിരവധി പേരെ ഇതിനകം തന്നെ അജ്ഞാത തോക്കുധാരികൾ പാകിസ്ഥാന്റെ നെഞ്ചിൽ വെടിയുതിർത്തുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞു പിടിച്ച് ഇവരെ തീർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 വർഷമായി പാകിസ്ഥാനിൽ കാണുന്നത്. ലഷ്കർ സ്ഥാപക അംഗം അമീർ ഹംസയാണ് ആദ്യം ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ലാഹോറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അതും അജ്ഞാതന്റെ തോക്കിന്റെ ഉണ്ടകളിൽ നിന്നാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ താഹിർ അൻവറും കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ സിന്ധിൽ വെച്ചാണ്. പാകിസ്ഥാനിൽ തന്നെ കൊല്ലപ്പെട്ട ലഷ്കർ ഭീകരനായ അബു ഖത്തൽ ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ആളായിരുന്നു. ഹംസ ബുർഹാൻ അജ്ഞാതരുടെ വെടിയേറ്റ് ഏറ്റവും ഒടുവിൽ ഇന്നലെ പാക് അധിനിവേശ കശ്മീരിൽ കൊല്ലപ്പെടുകയാണ്. ദുരൂഹമാണ്. പക്ഷേ വ്യക്തമായും കൃത്യമായും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന്. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പോരാട്ടവും ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള സംവാദവും ഒക്കെ രാഷ്ട്രീയ ഇറാനെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. യുദ്ധം തുടരണമെന്നാണ് നെതന്യാഹു ഇപ്പോൾ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതായത് മിസൈൽ ആക്രമണമടക്കം ഇറാനെതിരെ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രണ്ടുപേരും തമ്മിൽ ഏതാണ്ട് 2 മണിക്കൂറോളം, നെതന്യാഹുവും ട്രംപും തമ്മിൽ ഏതാണ്ട് 2 മണിക്കൂറോളം ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ അസ്വാരസ്യങ്ങൾ നിരവധി ഉണ്ടായി എന്നും വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. യുദ്ധം വേണമെന്ന് ആരംഭിക്കണമെന്ന് നെതന്യാഹു പറയുമ്പോൾ ഇറാന് ഒരവസരം കൂടി നൽകണം എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ അവകാശവാദം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള അവകാശവാദങ്ങൾ, ആവശ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത തരത്തിലുള്ള നീക്കം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴാണ് യുദ്ധം ആരംഭിച്ച ഈ 2 ലോക നേതാക്കൾ തമ്മിലുള്ള തർക്കം പരസ്യമാകുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ആകപ്പാടെ ആശയക്കുഴപ്പമാണോ ഇസ്രായേലിനും അമേരിക്കയ്ക്കും? രഞ്ജിത്ത്, ട്രംപ് ഊരാക്കുടുക്കിലായി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. കാരണം അടുത്ത ദിവസം യുദ്ധം എന്ന് ട്രംപ് പറയുകയും അടുത്ത ദിവസം യുദ്ധം ഉണ്ടാകാതിരിക്കുകയും വീണ്ടും അടുത്ത ദിവസം യുദ്ധമെന്ന് ട്രംപ് പറയുകയും അതിനടുത്ത ദിവസം യുദ്ധം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സിറിയയിലേക്കും ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ തന്നെ ആക്രമണം ഇസ്രായേൽ ഒരു വശത്ത് നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്ക ആകട്ടെ അങ്ങനെ പൂർണ്ണമായ തോതിലുള്ള യുദ്ധം എന്ന നിലയിലേക്ക് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന ചർച്ചയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ആവശ്യം ഈ യുദ്ധം പൂർണ്ണതോതിലാക്കണമെന്നും യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ തുടരണമെന്നും ഉള്ള ആവശ്യമാണ്. പക്ഷേ അതിനോട് ട്രംപ് യോജിക്കുന്നില്ല. കാരണം അമേരിക്കയിൽ അത്ര കണ്ട് അനുകൂലമായ സാഹചര്യമല്ല ട്രംപിനുള്ളത്. ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അബദ്ധമായി പോയി എന്ന് അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗം കരുതുന്നുണ്ട്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ആയുധശേഷിയിൽ ഉണ്ടാകുന്ന കുറവ്, ഇസ്രായേലിനെ സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ട് അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 3 ലക്ഷം കോടിക്ക് മുകളിലേക്ക് ഇന്ത്യൻ രൂപയുടെ കണക്കെടുക്കുമ്പോൾ ആ തരത്തിലേക്ക് വലിയൊരു ഭീമമായ സംഖ്യയിലേക്കാണ് യുദ്ധച്ചെലവ് മാറിയിട്ടുള്ളത്. ഈ ഡ്രോണുകളുടെയൊക്കെ ശേഷിയിൽ 20%
നശിച്ചു പോകുന്ന നിലയുണ്ട് ഈ യുദ്ധത്തിന് പോയ ശേഷം. അങ്ങനെ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ തലവേദനയാകുന്നു. അത് അമേരിക്കൻ ദേശീയത പറഞ്ഞാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അത് അംഗീകരിക്കും. ഒരുപക്ഷെ അമേരിക്ക അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു സമാധാന കരാറിലേക്ക് മറ്റും അമേരിക്ക എത്താൻ ചില നിർദ്ദേശങ്ങൾ വന്നതും പാകിസ്ഥാനും ഒക്കെ തുർക്കിയും ഒക്കെ മധ്യസ്ഥത വഹിച്ചതും മറ്റും. പക്ഷേ ആ ഒരു സമാധാന കരാർ അത് ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് താല്പര്യം പ്രകടിപ്പിച്ച് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ വിഷയത്തിൽ താൻ ആവശ്യപ്പെടുന്നത് എന്തും നെതന്യാഹു ചെയ്യുമെന്നുമൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നതെന്നും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നൊക്കെ പുറത്ത് പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതിലും ഒരു ശ്രദ്ധേയമായ കാര്യം 40 ദിവസത്തെ ഇടവേളയാണ് ഈ ഒരു സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി 40 ദിവസത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് അമേരിക്ക വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖത്തറും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നുണ്ട്, മധ്യസ്ഥ രാജ്യങ്ങളായി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ തുടരട്ടെ എന്നൊരു നിലപാട് തന്ത്രപരമായി അമേരിക്ക ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇത് അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിധി പാടില്ല. കരാറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ എത്തിയില്ലെങ്കിൽ യുദ്ധം വേണം എന്നൊരു കാര്യമാണ്. അങ്ങനെ ഇറാൻ എത്തില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല എന്ന് ഇറാൻ പറയുന്നു. ഹോർമുസിൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാകട്ടെ, ഈ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത്. ലെബനന്റെയും സിറിയയുടെയും യമൻ്റെയും ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് നേരത്തെ ഉണ്ടായ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഒക്കെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അങ്ങനെ അവർക്ക് പണം നൽകരുത്, ആയുധങ്ങൾ നൽകരുത് എന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്ക പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം, അതോടൊപ്പം തന്നെ ഹോർമുസിൽ ഇറാൻ്റെ അധികാരം പരിമിതപ്പെടുത്തണം. മറ്റുള്ളവർക്ക് കൂടി അവിടെ അധികാരമുള്ള തരത്തിലേക്ക്, മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായി അവരുടെ വ്യാപാരം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇറാൻ അവിടെ ഒരു നിലപാടെടുക്കണമെന്ന ആവശ്യവും ഈ കരാറിൻ്റെ ഭാഗമാക്കണമെന്ന് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ 40 ദിവസത്തെ സമയം കൊടുക്കരുത് എന്ന കാര്യവുമായി ഇസ്രായേൽ മുന്നോട്ട് വരുന്നു. അവിടെയാണ് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്ന വിനോദ്, യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വശത്ത് മധ്യസ്ഥർ മുഖേന അമേരിക്കയുടെ ശ്രമമൊക്കെ നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാളുടെ പ്രകോപനം തുടരുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പറയുന്നത് ഖത്തർ ഉപരോധത്തിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം US സൈന്യം പിടിച്ചെടുത്തു എന്നാണ്. അടുത്ത ലക്ഷ്യം ഇനിയിപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാഗമായ യുറേനിയം പിടിച്ചെടുക്കലാണ് എന്നും ട്രംപ് വെളിപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നു യുദ്ധം നിർത്താൻ. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആണവായുധം ഒരിക്കലും സ്വന്തമാക്കില്ല എന്ന് ഇറാൻ ഉറപ്പുവരുത്തണം. ആണവ പദ്ധതിക്കായി ശേഖരിച്ച യുറേനിയം US-ന് വിട്ടു നൽകണം. ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം ഒരിക്കലും അംഗീകരിക്കില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണം, വിമത സംഘടനകൾക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ഉപേക്ഷിക്കണം. ഇക്കാര്യങ്ങൾ ഇറാൻ വഴങ്ങുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇതൊക്കെയാണ് ട്രംപിനെയും നെതന്യാഹുവിനെയും ഒക്കെ ചൊടിപ്പിക്കുന്നത്. അതേസമയം പാകിസ്ഥാനും തുർക്കിയും മധ്യശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ ട്രംപിൻ്റെ അവകാശവാദം കേട്ടാൽ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റിൻ്റെ ജൽപ്പനമായി മാത്രം കണ്ടാൽ പോരെ വിനോദ്. കാരണം ഇത്രയധികം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഹോർമുസിൽ പൂർണ്ണമായും തങ്ങളുടെ കൈകളെത്തിക്കാൻ അമേരിക്കയ്ക്ക് ആയിട്ടില്ല. ഇറാനും പറയുന്നുണ്ട് ഞങ്ങൾ ഹോർമുസ് നിയന്ത്രിക്കുമെന്ന്. രഞ്ജിത്ത്, ട്രംപിൻ്റെ പ്രസ്താവനകൾ പലതും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം ഓരോ ദിവസവും ഒരു 3-4 നിലപാടുകളെങ്കിലും പറയുന്ന ഒരു ലോകരാഷ്ട്രത്തിൻ്റെ തലവനായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാകണമെന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പദവി പൂർത്തിയായി കഴിഞ്ഞാൽ തനിക്ക് ഇസ്രായേലിൽ പോകണമെന്നും അവിടെ പ്രധാനമന്ത്രിയാകണമെന്നുമാണ്. നേരത്തെ അദ്ദേഹം പോപ്പിനേക്കാൾ വലിയ ആളാണെന്ന് പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് പറയുന്നു. അതില്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്നു. അങ്ങനെ ട്രംപ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പലതും തമാശയുമാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അമേരിക്കയിൽ സർക്കാരിൻ്റെ ഹിതപരിശോധന നടക്കാൻ പോവുകയാണ്. അവിടെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ വരുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇങ്ങനെയൊരു യുദ്ധം എന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല ഈ അവിടുത്തെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്ന നിലയുണ്ട്. അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ വേഗം കുറയ്ക്കാൻ വേണ്ടി JD വാൻസ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു നിലപാടുമായി, ഒരു മയപ്പെട്ട നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നെതന്യാഹു തുടരെ ട്രംപിന് മേൽ സമ്മർദ്ദ ശക്തിയായി ഈ യുദ്ധം തുടരുന്നതിന് വേണ്ടിയുള്ള
സാഹചര്യം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപിന് പോകാൻ ഇപ്പോൾ കഴിയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ നേരിടേണ്ടി വരുന്നത് വലിയ ജനകീയ പ്രക്ഷോഭവും അങ്ങനെയുള്ള എതിർപ്പും. ശരി, വിനോദ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് $100 കോടി നഷ്ടം. അമേരിക്ക ആവിയായത് $100 കോടി. $100 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9,400 ഇന്ത്യൻ രൂപ ഒക്കെ വരും. ഇറാന്റെ പരമാധികാരം അടിയറവ് വെക്കൽ നിലപാടിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ ഡ്രോൺ ശേഖരത്തിൻ്റെ MQ-9 റീപ്പർ ഡ്രോൺസ് എന്നാണ് അതിൻ്റെ പേര്, 20% ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെയാണ് $100 കോടി ഇറാൻ അമേരിക്കയുടെ ആവിയാക്കി എന്ന വിവരം പുറത്തു വരുന്നത്. നമുക്കറിയാം US-ലൊക്കെ വലിയ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട US-ൽ ഉണ്ടായിട്ടുണ്ട്. US-ൽ ട്രംപിനെതിരെ വലിയ വിമർശനം ഉണ്ടായതും അനാവശ്യമായ യുദ്ധമെന്നും സാമ്പത്തിക സ്ഥിതി വല്ലാതെ മോശപ്പെടുത്തിയ യുദ്ധമെന്നും എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൻ്റെ 20% നഷ്ടപ്പെട്ടു എന്നുള്ളത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നേരത്തെ വിനോദ് പറഞ്ഞ പോലെ അമേരിക്കയെ തങ്ങളുടെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുൻപിലെ ഒരു പ്രതിസന്ധി. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാണല്ലോ ഇറാനെതിരെ ആക്രമണത്തിന് പുറപ്പെട്ടത്. ഇസ്രായേലിന് നഷ്ടം വന്നിട്ടില്ല. പണം മുടക്കിയതും ആയുധങ്ങൾ മുടക്കിയതുമൊക്കെ അമേരിക്കയാണ്. സാങ്കേതിക വിദ്യ മാത്രമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടെ കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടയിൽ ഹോർമുസിന് ചുറ്റുമുള്ള സൈനിക നിയന്ത്രണം വ്യാപിപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുതിയ മാപ്പ് ഇറാൻ പ്രസിദ്ധീകരിച്ചു. പുതുതായി സൃഷ്ടിക്കപ്പെട്ട പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിക്കാണ് ഇതിന്റെ നിയന്ത്രണം. ഇതിലൂടെയുള്ള ഗതാഗതത്തിന് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണെന്നും ഇറാൻ പറയുന്നുണ്ട്. ഹോർമുസിൽ ആധിപത്യം ഉറപ്പിക്കാൻ തന്നെയാണ് ഇറാന്റെ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമുസിന് പുറത്തും ഇറാൻ സേനയുടെ മേൽനോട്ട പരിധി നിശ്ചയിച്ചാണ് ഇറാന്റെ യാത്ര. പുതിയ മാപ്പ് പുറത്തിറക്കിയതിന് അമേരിക്കയുടെ വലിയ പ്രതിഷേധം ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. UAE-യുടെ ഫുജൈറ തീരത്തിന് തെക്ക് ഭാഗം വരെയും ഉമ്മുൽ ഖുവൈൻ തീരത്തിൻ്റെ ഭാഗങ്ങളും തങ്ങളുടെ മേൽനോട്ട പരിധിയിലാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രദേശങ്ങളിലൂടെ വരുന്ന കപ്പലുകൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം സഞ്ചരിക്കേണ്ടത് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിപ്പോൾ വിനോദ്, ഇറാന് ഈ പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ഒരയവും വരുത്തുന്നില്ല. ഇപ്പോൾ ഹോർമുസിൻ്റെ പുറത്തേക്കും നിയന്ത്രണങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും വഴങ്ങുന്ന ലക്ഷണമില്ല. ഈ ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ലാതായി മാറുകയാണ്. രഞ്ജിത്ത്, അങ്ങനെയാണ്. കാരണം ഇറാൻ ഒരു ചുവട് കൂടി മുന്നോട്ട് പോകുന്നു. ഹോർമൂസിൽ ഒരുപക്ഷെ അമേരിക്ക പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗൾഫിലെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന നിലയ്ക്ക് അമേരിക്ക വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഈ അധികാര ഭൂപടത്തിൽ ഇറാൻ മാറ്റം വരുത്തുന്നത്. നമുക്കറിയാം, ഈ ഒമാൻ്റെയും UAE-യുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ തീരങ്ങൾ കൂടി തങ്ങളുടെ അധികാര പരിധിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് പുതിയ ഭൂപടം ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത്. അവിടെയും രഞ്ജിത്ത്, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഹോർമൂസ് ഇറാൻ അടച്ചതോടുകൂടി UAE വഴി ഒമാനിലേക്ക് കടന്നു. ഒമാൻ തീരം വഴി ഈ എണ്ണ, അതായത് കരമാർഗവും കടൽമാർഗവും കൂടി ഉപയോഗിച്ച് ബദൽ വഴി ഒരുക്കിക്കൊണ്ട് കൂടുതലായി എണ്ണക്കപ്പലുകൾ സർവീസ് നടത്തുന്നതിനെക്കുറിച്ചൊരു ആലോചന വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഹോർമൂസിൻ്റെ പ്രാധാന്യം കുറേ കൂടി കുറയും. അവിടെ മറ്റ് രാജ്യങ്ങൾക്ക് അത്ര കണ്ട് ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ അതെല്ലാം കൂടി മുന്നിൽ കണ്ടായിരിക്കണം ഹോർമൂസിൽ പരിപൂർണമായ അധികാരം സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള ശക്തി കുറയും എന്ന് മാത്രമല്ല, ഹോർമൂസിലേക്ക് അമേരിക്കയുടെ ഒരു അധിനിവേശമുണ്ടായാൽ പരിപൂർണമായി ഇറാൻ കീഴ്പ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. മാത്രമല്ല, ഈ ബാലസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ആദ്യം ഉന്നയിച്ചു തുടങ്ങിയത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നാണ്. അത് ഒരു ചുവടുകൂടി മാറി ബാലസ്റ്റിക് മിസൈലുകൾ അത് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അവ സൂക്ഷിക്കുകയോ ചെയ്യരുത് എന്ന നിലയിലേക്ക് പോകുന്നു. റഷ്യയിൽ നിന്നാണ് അതിൻ്റെ സഹായം ഇറാന് ലഭിക്കുന്നത്. അതുപോലും പാടില്ല എന്ന നിലയിലേക്ക് പോകുമ്പോൾ പരിപൂർണമായി ഇറാൻ്റെ സൈനിക ശേഷി ഇല്ലാതാക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫ ഖമേനി കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അതിനിടയിൽ ഈ സഖ്യരാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു. കാര്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങാനും പാടില്ല. കാരണം വലിയ പ്രതിസന്ധി ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അസം മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇറാനിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തന്നെ ഇറാനിലുണ്ട്. അതിന് പുറമെ
പിന്നാലെയാണ് സംയുക്ത സേനാ മേധാവി വീണ്ടും ഇറാനിലേക്ക് പോകുന്നത്. അവർ അമേരിക്കയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ചർച്ചകളിലാണ് ഇപ്പോൾ 40 ദിവസത്തെ സമയം കൂടി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഇതിനിടയിൽ ഈ യുറേനിയം കൈമാറണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലും അമേരിക്കയും സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് വിടാൻ സാധിക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവായ മൊജ്തബ ഖമനേയി നിലപാടെടുത്തിരിക്കുകയാണ്. ഇറാന്റെ പക്കൽ തന്നെ യുറേനിയം നിലനിർത്തണം എന്നാണ് ആവശ്യം. ഇറാനിലെ 2 മുതിർന്ന നേതാക്കളാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കുവച്ചത്. യുറേനിയം നൽകിയാൽ ഭാവിയിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് നിലപാട്. സമാധാന ചർച്ചകളിൽ US മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങളൊന്നാണ് നമുക്കറിയാം ഈ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വേണമെന്നുള്ള കാര്യം. പക്ഷെ അതിൽ ഒരു തരത്തിലും അത് വിട്ടു നൽകില്ല എന്നാണ് മൊജ്തബ ഖമനേയി പറയുന്നത്. നമുക്കറിയാം മൊജ്തബ എവിടെയാണെന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. പക്ഷേ മൊജ്തബയുമായി ബന്ധമുള്ള നിരവധി നേതാക്കൾ ഇറാനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആണവായുധങ്ങൾക്കായി ശ്രമിക്കുകയാണ് ഇറാൻ എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ അമേരിക്കയുടെ മറ്റു ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇറാൻ വ്യക്തമാക്കുന്നത്. മറ്റൊരു വിവരം കൂടി പുറത്തു വരണം. ഈ യുദ്ധം ഇത്ര കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും വൻ നാശനഷ്ടം നേരിട്ടു എന്ന് പറയുമ്പോഴും തങ്ങളുടെ സൈനിക ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടെ ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ അതിവേഗം സജീവമാക്കുകയാണ് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലൂടെ US വ്യക്തമാക്കുന്നത്. CNN ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. തങ്ങളുടെ പ്രധാന ആയുധമായ ഡ്രോണുകളുടെ ഉൽപ്പാദനം ഇറാൻ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ ശേഷിയുടെ ഏതാണ്ട് പകുതിയോളം നഷ്ടപ്പെട്ടു എന്നായിരുന്നു അമേരിക്കയുടെ അവകാശവാദം. പക്ഷേ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നായിരുന്നു അവകാശവാദം. പക്ഷേ ഇപ്പോഴും 50%-ലധികം ഡ്രോണുകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തകർന്ന മിസൈൽ നിലയങ്ങൾ, വിക്ഷേപണ ഉപകരണങ്ങൾ, ആയുധ സംവിധാനങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്നിവ എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി വളരെ പെട്ടെന്ന് തന്നെ പഴയ ശേഷിയിലേക്ക് വരാനായി ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം ഈ അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ ഡ്രോണുകളുടെ കരുത്ത് കൂട്ടുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹിതകരമാകില്ല. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾക്കും അത് ഭീഷണിയാണ്, സംശയമില്ല. ഇതിൻ്റെ പ്രധാന ഒരു കാര്യമായി പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയാണ്. ചൈനയും റഷ്യയും സാങ്കേതികവിദ്യ അടക്കം ഇറാന് കൈമാറുന്നു എന്ന് പറയുന്നു. ഒപ്പം അവരുടെ ആയുധശേഷിയുടെ വലിയൊരു പങ്കും ഇറാനെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള നിലപാടുകളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഇറാന്റെ കർശന നിലപാടുകൾക്ക് പിന്നിൽ സൈനിക ജനറലായ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയാണെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലും US നടത്തിയ ആക്രമണങ്ങളിൽ അയത്തുള്ള അലി ഖമനേയും പ്രധാന സൈനിക നേതാക്കളും കൊല്ലപ്പെട്ടതിന് ശേഷം അഹമ്മദ് വാഹിദിയാണ് ഇപ്പോൾ ഇറാനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അധികാരത്തിന്റെ കേന്ദ്രമായി അഹമ്മദ് വാഹിദി മാറിയിരിക്കുന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ അഹമ്മദാണ് എന്നറിയുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ മൊജ്തബ ഖമനേയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അഹമ്മദ് റാഫിദി എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്വാഭാവികമായും ചർച്ചകളിലൊക്കെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് അഹമ്മദാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഫെബ്രുവരി 8 മുതൽ അഹമ്മദ് വാഹിദി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം ഇയാളുടെ ഇപ്പോഴത്തെ ഇറാന്റെ തീരുമാനങ്ങളിലെ മുഖ്യധാരയിൽ നിൽക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൃത്യമായ ധാരണയുണ്ടെന്നും അടുത്ത അവരുടെ ടാർഗറ്റ് അഹമ്മദ് വാഹിദിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇയാൾ കഴിയുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വരണം. പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് കുറയ്ക്കാൻ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ജലയുദ്ധമായിരുന്നു. ഇപ്പോൾ ചെനാബ് നദിയിൽ 2600 കോടിയുടെ പദ്ധതികളുമായി ഇന്ത്യ വരികയാണ്. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമായാണ് ഈ പദ്ധതികൾ വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചെനാബ് നദിയിലെ ജലം പൂർണ്ണമായും ഇന്ത്യ ഉപയോഗിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഹിമാചലിലെ നദീജലം വഴിതിരിച്ചു വിടാനുള്ള തുരങ്കം നിർമ്മിക്കുന്നു. ജമ്മു കാശ്മീരിലെ സലാൽ ഡാമിൻ്റെ നവീകരണം സംഭവിക്കുന്നു. ഇതൊക്കെ നേരത്തെ അറിയാം ജലത്തിൻ്റെ അധിക ജലം പൂർണ്ണമായും പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. പക്ഷേ ഈ അധിക ജലം ഉപയോഗിച്ച് കൂടുതൽ വൈദ്യുത പദ്ധതികൾ, കൂടുതൽ ജലസേചനത്തിനായി ജലവിനിയോഗം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പദ്ധതികളിലേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജലം, ചെനാബ് എന്നിവയുടെ പ്രാഥമിക അവകാശം പാകിസ്ഥാനാണെങ്കിലും ജലവൈദ്യുത പദ്ധതികൾക്കും ജല ഉപയോഗത്തിനുമൊക്കെ ഇന്ത്യക്ക് അവകാശമുണ്ട്.
ഈ പടിഞ്ഞാറ് നദികളിലുള്ള ജലം ഞാൻ പറഞ്ഞ പോലെ ജലം വലിയൊരു ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാരണം ഉപയോഗിക്കപ്പെടാതെ പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. ഇത് നിർത്തുകയാണ്. പൂർണ്ണമായി നിർത്തുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. നമുക്ക് വലിയ പ്രയോജനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യും. അതിനായി വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് താനും. കോക്രോച്ച് പാർട്ടി എന്ന പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP രൂപം കൊള്ളുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുന്നു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് വരുന്നു. ഇൻസ്റ്റാഗ്രാമിലും മറ്റും വലിയ ഫോളോവേഴ്സിൻ്റെ കൂട്ടായ്മ ഉണ്ടാകുന്നു. ഇത് അവസാനം ഈ കൂട്ടായ്മയിൽ മണിക്കൂറുകൾക്കകം സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകൾ പൂട്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. എക്സ് അക്കൗണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് മരവിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഈ എക്സ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ വളരെ വേഗം തന്നെ 56,000-ഓളം ഫോളോവേഴ്സ് വന്നു എന്നുള്ളതാണ് വിവരം. ഇതിൻ്റെ ഈ പാർട്ടി രൂപീകരിച്ചതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ആൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഭിജിത്ത് ദീപികയാണ്. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആൾ US-ലാണ്. ഇയാൾ പറയുന്നത് താൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ആശങ്കയുണ്ട് എന്നാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളിലൊന്നാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്നൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു, അതിന് വലിയ സോഷ്യൽ മീഡിയ പിന്തുണ വരുന്നു. അതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ഇവരിൽ നിന്ന്? ഒരു തമാശയ്ക്ക് എന്നുള്ള അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറഞ്ഞ് തുടക്കമിട്ടൊരു പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ പോക്ക് അത്ര കണ്ട് ശുഭകരമല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട രീതിയിലല്ല. പ്രകോപനപരമായ പല പരാമർശങ്ങളും അതിലേക്ക് വരുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം ആദ്യത്തെ പേജ് പൂട്ടിയതിന് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം അത് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യത്തെ പേജ് പൂട്ടിയത്. അത് @CJP_2029 എന്ന യൂസർ നെയിമിലുള്ളൊരു പേജായിരുന്നു. അത് പൂട്ടിയതിന് പിന്നാലെയാണ് ട്വിറ്റർ ഇതിൽ ഇൻസ്റ്റയിൽ അടുത്തൊരു പേജ് ഇപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത്. അതിപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് അതിലും ഫോളോവേഴ്സിൻ്റെ എണ്ണം പോവുകയാണ്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഇന്ത്യയിലുള്ള ഒരാളല്ല ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന അഭിജിത്ത് ദീപ്കെയാണ് ഇപ്പോൾ ഈ പേജുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതും അമേരിക്കയിലിരുന്നാണ് ഇങ്ങനെ ഈ പേജുകൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഒരു ആകർഷണീയത തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല നമ്മൾ ചില സിനിമകളിലൊക്കെ കാണും പോലെ വിപ്ലവകരമായ ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇവർക്കൊരു ഭരണഘടനയോ നിയതമായ പാർട്ടിയുടെ ചട്ടക്കൂടോ രൂപമോ ഏതെങ്കിലും തരത്തിലുള്ള നിയമാവലി അംഗീകരിച്ചുകൊണ്ടോ ഒന്നും തന്നെ അല്ല ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഒരു പേജ് തുറക്കുകയും അതിൽ ചെറുപ്പക്കാരെ കൂട്ടുകയും ആദ്യം ഈ ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം അടർത്തിയെടുത്ത് അതിൽ ഊന്നിയുള്ള ചർച്ചകളിലേക്ക് പോവുകയും പിന്നീട് മെല്ലെ മെല്ലെ അതിനൊരു തീവ്ര സ്വഭാവം വരികയും ചെയ്യുകയാണ്. കാരണം ഇതിൽ പറയുന്നത് ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാറ്റി ഈ പാർട്ടി മാറുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് അയോഗ്യരാക്കണം. അതോടൊപ്പം തന്നെ ജസ്റ്റിസുമാർ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവരെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകരുത്. വനിതാ സംവരണത്തിന് സീറ്റുകൾ കൂട്ടാതെ തന്നെ ഇപ്പോഴുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ 50% എന്ന സംഖ്യയിലേക്ക് കൊണ്ടുപോകണം. ഇതെല്ലാം തന്നെ ഈ US-ലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ പണ്ട് മുതൽ നിലനിൽക്കുന്ന വലിയൊരു ഭയമാണ് ഈ കൂട്ടപ്പിരിച്ചുവിടലുകൾ. ഇപ്പോൾ വീണ്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ജോലി നഷ്ടപ്പെടുന്നു, രാജ്യം വിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പ്രമുഖ IT സ്ഥാപനങ്ങളായ മെറ്റ, ആമസോൺ, ലിങ്ക്ഡിൻ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഒറാക്കിൾ തുടങ്ങിയ വമ്പൻ കമ്പനികളെല്ലാം അവർ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായാണ് ജീവനക്കാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഭൂരിഭാഗം IT പ്രൊഫഷണലുകളും H1B വിസയിലാണ് ഇവിടെ കഴിയുന്നത്. ഈ വിസകൾ പൂർണ്ണമായും അവരെ ജോലിക്ക് വെക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിസകളുടെ പ്രത്യേകത. ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ 60 ദിവസത്തിനകം പുതിയ ജോലി കണ്ടെത്തേണ്ട ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷേ അത് സാധിക്കാറില്ല പലപ്പോഴും. ഇതിവർക്ക് വലിയ മാനസിക പ്രയാസവും വിഷമവും മറ്റും ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. ഇതിനകം തന്നെ ഈ വർഷത്തെ കണക്ക് പ്രകാരം 144 ടെക് കമ്പനികളിലായി ഏതാണ്ട് 1.1 ലക്ഷത്തിലധികം 1 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2025-ൽ 1,24,000 പേരെ പിരിച്ചുവിട്ടിരുന്നു പല കമ്പനികളും. ഇത്തവണയും ഈ പിരിച്ചുവിടൽ ഈ 6 മാസം പിന്നിടുമ്പോൾ തന്നെ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം അമേരിക്കയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കിടയിൽ. BJPയുടെ ആധിപത്യം 20 വർഷം കൂടി രാജ്യത്ത് തുടരുമെന്ന് ആക്സിസ് മൈ മേധാവിയും
ആക്സിസ് ബൈ ഇന്ത്യ മേധാവിയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ പ്രദീപ് ഗുപ്തയുടെ നിരീക്ഷണം. ബി.ജെ.പിയുടെ പ്രകടനം മോശമാകാത്തിടത്തോളം കാലം അവർ വിജയിച്ചുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് അവരുടെ പാരമ്പര്യമാണ് എന്നും അത് മാറ്റിവെച്ചില്ല, അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ വരുത്തിയില്ല എങ്കിൽ വിജയത്തിനു വേണ്ടി ഇനി കോൺഗ്രസിന് ഒരുപാട് തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. 1977 മുതൽ കോൺഗ്രസ് തുടർച്ചയായി ഭരണം നടത്തി. അതിനുശേഷം ബുദ്ധിമുട്ടുകളായി. ഏകദേശം 20 വർഷം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ തലമുറയെക്കുറിച്ചാണ് ഞങ്ങൾ അന്നൊക്കെ സംസാരിച്ചിരുന്നത്. ആ 20 വർഷ ചക്രം എപ്പോഴും നിലനിൽക്കുമെന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത്. രാഷ്ട്രീയമായി തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസ് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ബി.ജെ.പിയും NDAയും കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു മേധാവിത്വം നിലനിർത്താൻ എന്നും പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കറുപ്പ് എന്ന സൂര്യ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ബോക്സ് ഓഫീസിൽ തരംഗമായി തമിഴ്നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ഏതാണ്ട് 207 കോടി, സിനിമ ഇറങ്ങി ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ, 207 കോടി രൂപ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് കറുപ്പ്. ഇതിനിടയിൽ സൂര്യയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായും കറുപ്പ് മാറി എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. നേരത്തെ സൂര്യയുടെ നിരവധി ചിത്രങ്ങൾ പരാജയപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ കറുപ്പിനെതിരെയും ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ സൂര്യയുടെ ജീവിത പങ്കാളി കൂടിയായ ജ്യോതിക പറയുന്നത് തങ്ങൾ ഈ വിജയം ആഘോഷിക്കുകയാണ് എന്നും സൂര്യയുടെ ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ എന്നുമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 മിനിറ്റിൽ സൂര്യയുടെ പ്രകടനം അതിഗംഭീരമാണ് എന്ന് ജ്യോതിക പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ കറുപ്പ് തമിഴ്നാട്ടിൽ കോടമ്പാക്കത്ത് പ്രത്യേകിച്ചും സൂര്യയ്ക്ക് ഒരു പുതിയ പുനർജീവനം നൽകിയ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൃശ്യം 3 എന്ന സിനിമ അത് വളരെ വലിയ തോതിൽ ഇപ്പോൾ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ ലഭിച്ച വൻ വരവേൽപ്പിൽ മോഹൻലാൽ നന്ദി പറയുകയാണ്. സംവിധായകൻ ജിത്തു ജോസഫ്, മീന, എസ്തർ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയ ലൈവിൽ ഒരുമിച്ച് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്നലെ ലാലേട്ടൻ്റെ പിറന്നാളായിരുന്നു. ഈ പിറന്നാൾ ദിനത്തിൽ തനിക്കൊരു മികച്ച സമ്മാനം തന്ന ജിത്തു ജോസഫിന് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ സിനിമയുടെ പ്രത്യേകതകൾ കൂടി അദ്ദേഹം ഈ ടോക്കിൽ പറയുന്നുണ്ട്. അതിലൊന്ന് സിനിമയുടെ പല രഹസ്യ സ്വഭാവങ്ങളും സിനിമ റിലീസായിട്ടും കാത്തു സൂക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് എന്ന് മോഹൻലാൽ പറയുന്നു. ഒരുപാട് വൈകാരിക നിമിഷങ്ങളുള്ള ഒരു ഇമോഷണൽ ത്രില്ലറാണ് ഈ സിനിമ എന്നാണ് മോഹൻലാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് ഇതിനകം തന്നെ ആഗോള കളക്ഷൻ 50 കോടി രൂപ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയും ലോകമെമ്പാടും നിറഞ്ഞ സദസ്സുകളിൽ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനുമിടയിലാണ് മോഹൻലാലിൻ്റെ ഈ പരാമർശം വരുന്നത്. നമുക്ക് മോഹൻലാലിൻ്റെ അമ്പരപ്പിക്കുന്ന വാഹന ശേഖരത്തിലേക്ക് ഒന്ന് പോകാം. സൂപ്പർ താരമാണ്, കോടികൾ പ്രതിഫലം വാങ്ങുന്ന ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വില കൂടിയ വാഹനം എന്ന് പറയുന്നത് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി എന്ന വാഹനമാണ്. മോഹൻലാലിൻ്റെ പക്കലുള്ള ഏറ്റവും വിലയേറിയ 5 കോടി രൂപ വില വരുന്ന വാഹനമാണ് ഈ റേഞ്ച് റോവർ. മോഹൻലാലിൻ്റെതായ രീതിക്ക് ഈ മോഡൽ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ടൊയോട്ട വെൽഫെയർ ആണ്. സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊന്നായ ടൊയോട്ട വെൽഫെയർ മോഹൻലാലിൻ്റെ വാഹന ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം 79.5 ലക്ഷം രൂപ വില ആ സമയത്ത് ഉള്ള വാഹനത്തിന് ഇപ്പോൾ ആ വില കൂടിയിട്ടുണ്ട്. മറ്റൊരു വാഹനം മോഹൻലാലിൻ്റെ കയ്യിലുള്ളത് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. അത്ര ആഡംബര വാഹനമല്ല, ആഡംബരത്തിനൊപ്പം ലളിതമായ യാത്രകൾക്കായും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. അതിൻ്റെ ഹൈബ്രിഡ് പതിപ്പാണ് മോഹൻലാലിൻ്റെ പക്കൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാഹനമായി മോഹൻലാലിൻ്റെ കയ്യിലുള്ളത് ബെൻസ് GL 350 എന്ന വാഹനമാണ്. മറ്റൊരു കരുത്തൻ SUV ആണിത്. ബെൻസ് GL 350ക്ക് ഏകദേശം 77.68 ലക്ഷം രൂപ വില വരും ഈ കാറിന്. അത് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ഒരു ഇഷ്ട വാഹനമാണ്. മറ്റൊന്ന് 1986 മോഡൽ. അദ്ദേഹത്തിൻ്റെ വാഹനശേഖരത്തിൽ എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ അംബാസഡർ ആധുനിക കാറുകൾക്കിടയിലും അദ്ദേഹം സൂക്ഷിക്കുന്ന ഒന്നാണ്. 86 മോഡൽ മാർക്ക് 4 കാറാണ് ഇത്. പല സിനിമകളിലും ഈ കാറ് വന്നുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ കാറിന് പെട്രോൾ എഞ്ചിനുള്ള ഈ കാറ് ലാലേട്ടന് വളരെ ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട ഒരു കാറാണ്. കൂടാതെ ടൊയോട്ട ലാൻഡ് ക്രൂസർ, ഇന്നോവ ക്രിസ്റ്റ തുടങ്ങിയ വണ്ടികളും മോഹൻലാലിൻ്റെ ശേഖരത്തിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ വലിയ കാർ ശേഖരത്തിൽ പലതരത്തിലുള്ള കാറുകളും ഇപ്പോഴുമുണ്ട്. ഇതൊക്കെ പ്രിയപ്പെട്ടതായി അദ്ദേഹം കൊണ്ടു നടക്കുന്നുമുണ്ട്. 2026 ലോകകപ്പിലുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിച്ച ദിവസങ്ങൾക്കുള്ളിൽ സൂപ്പർ താരം നെയ്മർക്ക് വീണ്ടും പരിക്ക് എന്ന ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. സാന്റോസ് ക്ലബിനായി കളിക്കുന്നതിനിടയിലാണ് താരത്തിന്റെ വലതുകാലിന്റെ പേശിക്ക് പരിക്കേറ്റത്.
വരാനിരിക്കുന്ന ലോകകപ്പിലെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇത് ഉയർത്തിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നെയ്മറുടെ വലതുകാലിലെ പേശിയിൽ നീർക്കെട്ടുള്ളതായി സാന്റോസ് മെഡിക്കൽ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2023 കടുത്ത കാൽമുട്ട് പരിക്കിൽ നിന്ന് മോചിതനായി ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ നെയ്മർക്ക് ഈ പുതിയ പരിക്ക് തിരിച്ചടിയായ പശ്ചാത്തലം കൂടിയുണ്ട്. ലോകകപ്പിൽ അദ്ദേഹം കളിക്കുമോ, ബ്രസീൽ ടീമിനൊപ്പം ചേരുന്നതിന് മുമ്പ് കായികക്ഷമത വീണ്ടെടുക്കുമോ എന്ന കാര്യമൊക്കെ ഇപ്പോൾ സംശയമാണ്. അദ്ദേഹത്തെ കൃത്യമായി തന്നെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് ചില വിലയിരുത്തലുകളും വരുന്നുണ്ട്. അദ്ദേഹം മടങ്ങി വരുമെന്ന ആത്മവിശ്വാസമാണ് ആരാധകർക്ക്. ബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി സുവേന്ദു സർക്കാർ. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. സർക്കാർ മോഡൽ മദ്രസകൾ, എയ്ഡഡ് മദ്രസകൾ, ന്യൂനപക്ഷ വകുപ്പ് മദ്രസകൾ, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അംഗീകൃത അൺഎയ്ഡഡ് മദ്രസകൾ, ശിശു ശിക്ഷാ കേന്ദ്ര, മാധ്യമിക് ശിക്ഷാ കേന്ദ്ര എന്നിവിടങ്ങളിൽ ഇത് പൂർണ്ണമായി ബാധകമാക്കും. സ്കൂൾ മദ്രസ അസംബ്ലികളിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിൻ്റെ നടപടിയെന്നാണ് ഉത്തരവിൽ സുവേന്ദു പറയുന്നത്. നേരത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ ഉത്തരവിട്ടത്. രാജ്യത്ത് നടക്കിയ മംഗളൂരു വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷം. അതേസമയം വർഷങ്ങൾക്കിപ്പുറവും ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കാതെ ഉറ്റവർ കോടതി കയറിയിറങ്ങുകയാണ്. 2010 മെയ് 22 പുലർച്ചെ 6:20 രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തം ഉണ്ടായത്. എയർ ഇന്ത്യ ബോയിംഗ് വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 52 മലയാളികളും 6 എയർ ഇന്ത്യ ജീവനക്കാരും ഉൾപ്പെടെ 158 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. അപകടത്തിൽ 8 പേർ മാത്രമാണ് പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതേസമയം വിമാന ദുരന്തം നടന്ന് 16 വർഷം പിന്നിടുമ്പോഴും മരിച്ചവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. മാന്യമായ തുക നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നും ഇന്റർനാഷണൽ എയർ കാരിയർ ലയബിലിറ്റി ദ മോൺട്രിയൽ കൺവെൻഷൻ 1999 പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. എൻ്റെ അനുജനുൾപ്പെടെ 158 ആളാണ് ഇതിൽ മരണപ്പെട്ടത്. 8 ആൾ അത്ഭുതകരമായ പരിക്കോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസ് ഫൈനൽ ഹിയറിങ്ങിന് ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളിതിൽ അവകാശപ്പെടുന്നത് എന്താണ് മൗണ്ട്രിയൽ കൺവെൻഷൻ്റെ മഹത്വം. അതിൽ ഒരു ഈക്വലായിട്ട് ഒരു സമത്വമായിട്ട് കൊടുക്കേണ്ട ഒരു സംഖ്യയുണ്ട്. പരിക്കോടെ രക്ഷപ്പെട്ട ആൾക്ക് പോലും അതുപോലും കൊടുക്കാതെയാണ് നമ്മളെ കളിപ്പിച്ച് നമ്മൾ കേരള ഹൈക്കോടതിയിൽ 2011 ജൂലൈ 20 നമ്മൾ ജയിച്ചതാണ് കേസ്. അപ്പോൾ ഇതിൻ്റെ ഈ പോരാട്ടം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പാസഞ്ചർ എന്താണ് അർഹിക്കുന്നത് അത് കൊടുക്കപ്പെടണം. അതാണ് നമ്മുടെ ഇതിൽ പ്രധാന ലക്ഷ്യം. കോഴിക്കോട് നടന്ന വിമാനാപകടത്തിൽ മരിച്ചവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകാത്ത എയർ ഇന്ത്യ നടപടി ഇരട്ടത്താപ്പാണെന്നാണ് ഇവരുടെ ആരോപണം. 16 വർഷമായി നീതി ലഭിക്കുന്നതിനു വേണ്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർ നടത്തിവരുന്ന നിയമ പോരാട്ടം കേവലം സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടി തികച്ചും അപലപനീയവും വഞ്ചനാപരവുമാണെന്നും വിക്ടിംസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.